ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ യൂട്യൂബ് ചാനലായ ട്രിക്സ് ആൻഡ് ഗെയിംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിവിടെ +1 +2 തുല്യത പഠിതാക്കൾക്കുള്ള ഒരു ക്ലാസ്സാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ആദ്യമായിട്ട് നമുക്ക് ഓർക്കാൻ പഠിക്കാം. പെട്ടെന്ന് നമ്മൾ ക്ലാസ്സുകൾ മറന്നു പോകാറുണ്ട്, പഠിച്ചാലും മറന്നു പോകുന്നു. അപ്പം നമുക്ക് എളുപ്പത്തിൽ ഓർക്കാൻ പറ്റിയ കുറച്ച് ട്രിക്സൊക്കെയാണ് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇംഗ്ലീഷും ഇപ്പുറത്തെ ഭാഗത്ത് മലയാളമാണ്. എങ്ങനെയാണ് നിങ്ങൾക്ക് ഏത് വിഷയം എഴുതാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ആ വിഷയത്തിൽ തിരഞ്ഞെടുക്കാവുന്നതാണ്, ആ ലാംഗ്വേജ് തിരഞ്ഞെടുക്കാവുന്നതാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, എ കോളത്തിൽ നിന്ന് അനുയോജ്യമായവ ബി കോളത്തിൽ നിന്ന് കണ്ടെത്തി എഴുതുക എന്നുള്ളതാണ്. എ കോളത്തിൽ റൂസോ, ലൂയി 14 നെഡ് ലുഡ്, നെപ്പോളിയൻ ബോണപ്പാർട്ട്. ബി പാർട്ടിലെ ലുഡിസം, കോണ്ടിനൽ വ്യവസ്ഥ, സോഷ്യൽ കോൺട്രാക്റ്റ്, ബുർബൻ രാജാവ്. ഇനി എങ്ങനെയാണത് ചേരുന്നത് നമുക്ക് നോക്കാം. റൂസോ സോഷ്യൽ കോൺട്രാക്റ്റ് ആണ്. ലൂയി 14 ഫ്രഞ്ച് റവല്യൂഷനായിട്ട് ബന്ധപ്പെട്ട് ബുർബൻ രാജാവാണ്. നെഡ് ലുഡ്, അതിൽ തന്നെ എൻ്റെ ആൻസർ കീ ഉണ്ട്, ലുഡിസം. നെപ്പോളിയൻ ബോണപ്പാർട്ട്, കോണ്ടിനൽ വ്യവസ്ഥ. വളരെ 2 മുതൽ 7 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 4 എണ്ണത്തിന് ഉത്തരം എഴുതുക. അപ്പം നമുക്ക് സമയം അനുസരിച്ച് എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. രണ്ടാമത്തെ ചോദ്യം, ചുവടെ തന്നിരിക്കുന്നതിൽ മെസപ്പൊട്ടോമിയൻ നഗരം ഏതാണ്? 4 ഓപ്ഷൻ ഉണ്ട്. കാർത്തേജ്, അലക്സാൻഡ്രിയ, മാരി, ആൻറ്റ്യോക്ക്. മാരിയാണ് ശരി ഉത്തരം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ചുവടെ നൽകിയിരിക്കുന്നതിൽ ഇംഗ്ലണ്ടിലെ ഭരണാധികാരി ആരായിരുന്നു? നമുക്ക് ലൂയി 14 അറിയാം, നമുക്ക് ഫ്രഞ്ച് റവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ എന്തായാലും ഇംഗ്ലണ്ടിലെല്ലാം അറിയാം. പിന്നെ അഗസ്റ്റസ്, ഗിൽനസും അല്ല, ഹെൻറി 7 ഇംഗ്ലണ്ടിലെ ഭരണാധികാരി. അതാണ് ശരി ഉത്തരം. ബി ആണ് ശരി ഉത്തരം. നാലാമത്തത്, ജോഗ്രഫി എന്ന ഗ്രന്ഥം രചിച്ചത് ആരാന്നാണ്? ക്രിസ്റ്റഫർ കൊളംബസ്, പ്ലിനി, കബ്ര, ടോളമി. ടോളമിയാണ് ജോഗ്രഫി എന്ന ഗ്രന്ഥം രചിച്ചത്. ഇത് എപ്പോഴും റിപ്പീറ്റായിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യനാണ്, നോട്ട് ചെയ്യുക. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, റഷ്യയിലെ ബോൾഷെവിക്കുകളുടെ നേതാവിനെ കണ്ടെത്തുക. 4 ഓപ്ഷൻ ഉണ്ട്. എ ലെനിൻ, ബി ഹിറ്റ്ലർ, സി മുസോളിനി, ഡി ടോൾസ്റ്റോയി. ഹിറ്റ്ലറും മുസോളിനിയും നമുക്കറിയാം നാസിസം ഫാസിസം ആയിരുന്നു. ടോൾസ്റ്റോയി ആണെങ്കിൽ തത്വചിന്തകനാണ്. അപ്പോൾ എ ലെനിൻ ആണ് ശരി ഉത്തരം. ആറാമത്തെ ക്വസ്റ്റ്യൻ, ഫ്ലൈയിങ് ഷട്ടിൽ കണ്ടുപിടിച്ചത് ആര്? ജെയിംസ് വാട്ട്, ഹെൻറി കോട്ട്, എബ്രഹാം ഡാർബി, ജോൺ കെ. ജോൺ കെ ആണ് കറക്റ്റ് ഉത്തരം. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ക്യൂപ്യൂ എന്ന കണക്കുകൂട്ടൽ സമ്പ്രദായവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ആസ്ടെക്കുകളാണ്, മായന്മാരാണോ, ഇൻകകൾ, റോമക്കാർ? ഇവരിൽ ആരാണെന്നാണ് ചോദ്യം. ഇൻകകൾ, സി ആണ് ആൻസർ. ചുവടെ തന്നിട്ടുള്ളവയെ കാലഗണന അനുസരിച്ചിട്ട് ക്രമപ്പെടുത്താനാണ്. ഇവിടെ വേഴ്സായ ഉടമ്പടി, ഐക്യരാഷ്ട്ര സംഘടനയുടെ രൂപീകരണം, 1-ാം ലോകയുദ്ധം, 2-ാം ലോകയുദ്ധം. ഇത് എസ് ആയിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഓർഡർ കറക്റ്റ് എളുപ്പത്തിൽ കിട്ടുന്നതാണ്. 1-ാം ലോകമഹായുദ്ധമാണ് ആദ്യത്തേത്. അതിനുശേഷം വേഴ്സായി ഉടമ്പടി വന്നു. ഈ വേഴ്സായി ഉടമ്പടിയുടെ പ്രൊവോക്കേഷനായിട്ടാണ് 2-ാം ലോകമഹായുദ്ധം ഉണ്ടായത്. 2-ാം ലോകമഹായുദ്ധത്തിന് ശേഷമാണ് നമുക്ക് യുദ്ധത്തിന് എതിരായിട്ട് നമുക്ക് സമാധാനം വേണം എന്നുള്ളതിൽ ഐക്യരാഷ്ട്ര സംഘടനയുടെ രൂപീകരണം ഉണ്ടായത്. അപ്പോൾ നമുക്ക് ആദ്യം 1-ാം ലോകമഹായുദ്ധം, 2-ാമത് വേഴ്സായി ഉടമ്പടി, അതിനുശേഷം 3-ാമത് 2-ാം ലോകമഹായുദ്ധം, 4-ാമത് ഐക്യരാഷ്ട്ര സംഘടനയുടെ രൂപീകരണം. ഇങ്ങനെ അതിനെ ക്രമീകരിക്കാവുന്നതാണ്, എളുപ്പമാണ്. 9ാമത്തെ ക്വസ്റ്റ്യൻ, തന്നിരിക്കുന്ന ലോകത്തിൻ്റെ രൂപരേഖയിൽ ചുവടെ നൽകിയിട്ടുള്ളവ അടയാളപ്പെടുത്തുക. മെഡിറ്ററേനിയൻ കടൽ, കോൺസ്റ്റാന്റിനോപ്പിൾ, സഹാറ മരുഭൂമി, റോം. ഇത് നമുക്ക് ആഫ്രിക്കയെ ബേസ് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. ആഫ്രിക്കയിലാണ് സഹാറ മരുഭൂമി. പിന്നെ ആഫ്രിക്കയുടെ മുകൾ ഭാഗത്തായിട്ട് മറ്റുള്ളതെല്ലാം അടയാളപ്പെടുത്തുക. നമ്മളിപ്പോൾ പഠിച്ചു വരുമ്പോഴേക്കും ഈ മാപ്പ് എങ്ങനെ നമുക്ക് എളുപ്പത്തിൽ നമ്മുടെ ഇതിലാക്കാമെന്നുള്ള കുറച്ച് ട്രിക്സൊക്കെ ഉണ്ട്. അപ്പോൾ വഴിയെ നമുക്കത് പഠിക്കാം കേട്ടോ. 10 മുതൽ 18 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 8 എണ്ണത്തിന് ഉത്തരം എഴുതിയാൽ മതി. 2 സ്കോർ വീതമാണ്. 10ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ആസ്ട്രലോപിതെക്കസിൻ്റെ ഏതെങ്കിലും 2 സവിശേഷതകൾ എഴുതുക എന്നാണ് 10ാമത്തെ ക്വസ്റ്റ്യൻ. എന്താണ് 2 സവിശേഷതകളായിട്ട് പറയുന്നത്? ചെറിയ തലച്ചോറ്, ഉന്തിയ താടി, ഇതൊക്കെയാണ്. ചാപ്റ്റർ 1 പേജ് നമ്പർ 11 ആൻസർ ഉണ്ട്. +1 ഹിസ്റ്ററിയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണിത്. ഇതിൽ 15 മിനിറ്റ് നമുക്ക് കൂൾ ഓഫ് ടൈം ആയിട്ട് തരുന്നുണ്ട്. ഈ കൂൾ ഓഫ് ടൈമിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം മൊത്തത്തിലൊന്ന് അനലൈസ് ചെയ്യാനുള്ള സമയം കിട്ടുന്നതാണ്. 1ാമത്തെ ക്വസ്റ്റ്യൻ, റോമ സാമ്രാജ്യവും ഇറാനിയൻ സാമ്രാജ്യവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എഴുതുക.
പേജ് നമ്പർ 24 ചാപ്റ്റർ 2 ഉത്തരവും കൊടുക്കുന്നുണ്ട്. എന്തൊക്കെയാണ്? വൈവിധ്യം കൂടുതലാണ് റോമൻ സാമ്രാജ്യത്തിൻ്റെ, ഇറാനിലാണെങ്കിൽ വൈവിധ്യങ്ങൾ കുറവാണ്. റോമനിലെ വ്യത്യസ്ത ജനവിഭാഗമുണ്ടെങ്കിൽ ഇറാനിയൻ ജനവിഭാഗം മാത്രമാണുള്ളത്. അടുത്തത്, പല ഭാഷകൾ റോമൻകാർ സംസാരിച്ചിരുന്നപ്പോൾ ഇറാനിയർ അരാമിക് ഭാഷ മാത്രമായിരുന്നു സംസാരിച്ചിരുന്നത്. 12ാമത്തെ ക്വസ്റ്റ്യൻ, കുരിൽത്തായെ കുറിച്ച് ഒരു കുറിപ്പ് എഴുതുക. ഇത് ചെങ്കിസ് ഖാനുമായിട്ട് ബന്ധപ്പെട്ട ചാപ്റ്ററാണ്. പേജ് നമ്പർ 56 ചാപ്റ്റർ 4 ഇതിലുണ്ട്. ഇതിൽ ചെങ്കിസ് ഖാൻ്റെ ഭരണസമിതിയുമായിട്ട് മുഖ്യന്മാർ ചേർന്ന് ഒരു അസംബ്ലി രൂപീകരിച്ചതാണ് കുരിൽത്തായ് എന്നറിയപ്പെടുന്നത്. നോട്ട് ചെയ്യുക. അടുത്തത് 13ാമത്തെ ക്വസ്റ്റ്യനാണ്. 14ാം നൂറ്റാണ്ടിൽ യൂറോപ്പിലുണ്ടായ പ്രതിസന്ധിക്കുള്ള ഏതെങ്കിലും 2 കാരണങ്ങൾ എഴുതുക എന്നുള്ളതാണ്. പേജ് നമ്പർ 74 ചാപ്റ്റർ 5 ഫ്യൂഡലിസം. അതിനകത്ത് എൻ്റെ ആൻസർ കിടക്കുന്നുണ്ട്. ചാപ്റ്റർ 5 ഫ്യൂഡലിസം, പേജ് നമ്പർ 74. അടുത്ത ക്വസ്റ്റ്യൻ, 14ാമത്തെ ക്വസ്റ്റ്യൻ, മാനവികത എന്നാൽ എന്ത് എന്നാണ് ക്വസ്റ്റ്യൻ. നവോത്ഥാനം എന്ന് പറഞ്ഞ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യനാണ്. ചാപ്റ്റർ 6 പേജ് നമ്പർ 83. ഉത്തരം, മനുഷ്യനെ കുറിച്ച് സഹതാപപൂർവ്വം പഠിക്കുന്നതാണ് മാനവികത എന്ന് പറയുന്നത്. അടുത്തത് 15ാമത്തെ ക്വസ്റ്റ്യൻ, ബോസ്റ്റീൻ ടീ പാർട്ടിയെക്കുറിച്ച് ഒരു കുറിപ്പ് എഴുതുക. ബോസ്റ്റീൻ ടീ പാർട്ടിയെക്കുറിച്ച് ഒരു കുറിപ്പ് എഴുതുക എന്നുള്ളതാണ്. 1773 അമേരിക്കൻ സൈന്യം റെഡ് ഇന്ത്യൻ്റെ വേഷവിധാനത്തിൽ ബോസ്റ്റൺ തുറമുഖത്ത് ചെല്ലുകയും കപ്പലിൽ കയറി അവിടുന്ന് തീരപ്പെട്ടികൾ കടലിലേക്ക് എറിയുകയും ചെയ്ത ഒരു സംഭവമാണ് ബോസ്റ്റൺ ടീ പാർട്ടി എന്നറിയപ്പെടുന്നത്. ഇത് പേജ് നമ്പർ ചാപ്റ്റർ 7 97ാം പേജിൽ ഇതിൻ്റെ ആൻസർ ഉണ്ട്. 16 ക്വസ്റ്റ്യൻ നമ്പർ 16, മായൻ സംസ്കാരത്തിൻ്റെ സവിശേഷതകൾ എഴുതുക. ചാപ്റ്റർ 7 പേജ് നമ്പർ 93 നോക്കുക. അടുത്ത ക്വസ്റ്റ്യൻ 17, ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും 2 തത്വചിന്തകന്മാരുടെ പേരെഴുതുക എന്നുള്ളതാണ്. നമ്മൾ 3 തത്വചിന്തകരുടെ പേര് ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അതിൽ മോണ്ടസ്ക്യോ, റൂസോ ഇവരുടെ പേര് എഴുതാവുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 18ാമത്തെ ക്വസ്റ്റ്യൻ, ജപ്പാനിൽ മെയ്ജി ഭരണം നടപ്പിലാക്കിയ വിദ്യാഭ്യാസ പരിഷ്കാരങ്ങൾ എഴുതുക എന്നുള്ളതാണ്. പേജ് നമ്പർ 115 ചാപ്റ്റർ 9 ആധുനികതയിലേക്ക് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ എൻ്റെ ആൻസർ ഉണ്ട്. അടുത്തത് 19 മുതൽ 21 വരെയുള്ള ചോദ്യങ്ങൾ ഏതെങ്കിലും 2 എണ്ണത്തിന് ഉത്തരം എഴുതുക. 2 എണ്ണമാണ് പറയണത്. നിങ്ങൾ എല്ലാം എഴുതി വെക്കരുത്. എളുപ്പമുള്ള നോക്കി ആദ്യമേ നോട്ട് ചെയ്ത് വെക്കുക, എന്നിട്ട് ആൻസറിലേക്ക് പോകുന്നതാണ് എളുപ്പം. അപ്പം നമുക്ക് തപ്പലുമില്ലാതെ വേഗം ആൻസർ ചെയ്യാൻ പറ്റും. ആദ്യമേ ആ കൂൾ ഓഫ് ടൈമിൽ തന്നെ നോക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ആ ക്വസ്റ്റ്യനിലേക്ക് കടക്കാൻ പറ്റും. 2 എണ്ണം 3 സ്കോർ വീതമാണുള്ളത്. 19ാമത്തെ ക്വസ്റ്റ്യനാണ്, ഹൊമിനോയിഡുകളിൽ നിന്ന് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന ക്വസ്റ്റ്യനാണ്. അപ്പോൾ നമുക്ക് അത് ആൻസർ എങ്ങനെയാണെന്ന് നോക്കാം. പേജ് നമ്പർ 10, 11 കിടക്കുന്നത്. ചാപ്റ്റർ 1 ഇതിൻ്റെ ആൻസർ ഉള്ളത്. വലിയ തലച്ചോറും ചുരുങ്ങിയ താടിയിലും ചെറിയ പല്ലും ഇരുകാലിൽ നിവർന്നു കിടക്കുന്നതും ആരാണ്? ഹൊമിനിഡുകളാണ്. ഹൊമിനോയിഡുകൾ 24 ദശവർഷം മുമ്പ് 4 കാലിൽ നടന്നിരുന്നു. ആദ്യം ഉണ്ടായത് പ്രൈമേറ്റുകൾക്ക് ശേഷം ഉണ്ടായതാണ് ഹൊമിനോയിഡുകൾ. അവർ 4 കാലിലാണ് നടന്നിരുന്നത്. അവിടെ നിന്ന് രണ്ടാമതുണ്ടായതാണ് ഹൊമിനിഡുകൾ. ഹൊമിനിഡുകൾക്ക് വലിയ തലച്ചോറുണ്ടായിരുന്നു, ചുരുങ്ങിയ താടിയിൽ ചെറിയ പല്ല്, ഇരുകാലിൽ നിവർന്നു നടന്നു എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. ക്വസ്റ്റ്യൻ, കോപ്പർനിക്കസിൻ്റെ വിപ്ലവം എന്നാൽ എന്ത്? ഉത്തരം പേജ് നമ്പർ 84 ചാപ്റ്റർ 6 നോക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 21, സൺയാറ്റ് സെന്നിൻ്റെ തത്വങ്ങൾ എഴുതുക. ജനാധിപത്യം, ദേശീയത, സോഷ്യലിസം. ഇത് എളുപ്പത്തിൽ ഓർക്കാൻ നമുക്ക് ദേശോജ എന്ന് പറഞ്ഞാൽ മതി. ദേശോജ എന്ന് പറയുമ്പോഴേക്കും എന്താണ്? ദേ എന്ന് പറഞ്ഞാൽ ദേശീയത, സോ എന്ന് പറഞ്ഞാൽ സോഷ്യലിസം, ജ എന്ന് പറഞ്ഞാൽ ജനാധിപത്യം. അപ്പം നമുക്ക് ആ ഒരു ഓർഡറിൽ ദേശോജ എന്ന് പറഞ്ഞ് ഓർത്തിരുന്ന് നമുക്ക് ഓർഡറിൽ അങ്ങ് പഠിച്ചു പോവാം. 22 മുതൽ 26 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 4 എണ്ണത്തിന് ഉത്തരം എഴുതുക. 4 എണ്ണം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ശ്രദ്ധിക്കുക. അപ്പം നമ്മൾ ഈ 4 എണ്ണത്തിൽ നമുക്ക് അറിയാവുന്നത് ടിക്ക് ചെയ്ത് ആദ്യം വെക്കുക, എന്നിട്ട് ഉത്തരത്തിലേക്ക് കിടക്കുന്നതായിരിക്കും ബുദ്ധി. 22ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഗണിതശാസ്ത്രം, കാലം കണക്കാക്കൽ എന്നീ മേഖലകളിൽ മെസപ്പൊട്ടേമിയൻ ജനതയുടെ സംഭാവനകൾ വ്യക്തമാക്കുക എന്നാണ് ചോദ്യം.
ചോദ്യം വ്യക്തമായല്ലോ. ഗണിതശാസ്ത്രം, കാലം കണക്കാക്കൽ എന്നീ മേഖലകളിൽ മെസപ്പൊട്ടേമിയൻ ജനങ്ങളുടെ സംഭാവനകൾ വ്യക്തമാക്കുക എന്നാണ് ചോദ്യം. ചാപ്റ്റർ 1 പേജ് നമ്പർ 18 ആൻസർ ഉണ്ട്, നോക്കുക. അടുത്ത ക്വസ്റ്റ്യൻ 23ാമത്തെ ക്വസ്റ്റ്യൻ, അബ്ബാസിയ ഭരണത്തിൻ്റെ സവിശേഷതകൾ എഴുതുക. അബ്ബാസിയ ഭരണം എപ്പോഴും റിപ്പീറ്റ് വരുന്നതാണ്, ശ്രദ്ധിച്ചു വയ്ക്കുക. 23ാമത്തെ ക്വസ്റ്റ്യൻ അബ്ബാസിയ ഭരണം പേജ് നമ്പർ 42-43 ചാപ്റ്റർ 3 ആൻസർ നോക്കുക. 24ാമത്തെ ക്വസ്റ്റ്യൻ, ചെങ്കിസ് ഖാൻ്റെ സൈനിക സംവിധാനം വിശകലനം ചെയ്യുക എന്നതാണ് 24ാമത്തെ ക്വസ്റ്റ്യൻ. പേജ് നമ്പർ 56 ചാപ്റ്റർ 4 ദശാംശക്രമത്തിൽ സൈന്യത്തെ ക്രമീകരിച്ച കാര്യങ്ങളൊക്കെ എഴുതാനുണ്ടാവും, നോക്കുക. അടുത്തത് 25ാമത്തെ ക്വസ്റ്റ്യൻ, നവോത്ഥാനം എന്നാൽ എന്ത്? ഏതെങ്കിലും 3 നവോത്ഥാന സാഹിത്യ കൃതികളുടെ പേരെഴുതുക. വളരെ എളുപ്പത്തിൽ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻ വരുന്നൊരു ചാപ്റ്ററാണ് ഈ നവോത്ഥാനം എന്ന് പറയുന്നത്. നന്നായിട്ട് നമുക്ക് മാർക്ക് എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് തന്നെ നന്നായി പഠിച്ചു വയ്ക്കുന്ന ഒരു ചാപ്റ്ററാണത്. അത് ചാപ്റ്റർ 6 നവോത്ഥാനം എന്ന് പറഞ്ഞ പുനർജന്മം എന്നാണ് അർത്ഥം. പേജ് നമ്പർ 80 അതിൻ്റെ ആൻസർ ഉണ്ട്, നോക്കുക. റഷ്യൻ വിപ്ലവത്തിൻ്റെ വിവിധ കാരണങ്ങൾ എഴുതുക. 26ാമത്തെ ക്വസ്റ്റ്യൻ, റഷ്യൻ വിപ്ലവത്തിൻ്റെ വിവിധ കാരണങ്ങൾ എഴുതുക. പേജ് നമ്പർ 117 ചാപ്റ്റർ 9 നോക്കുക. 7 മുതൽ 29 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 2 എണ്ണത്തിന് ഉത്തരം എഴുതുക. 2 എണ്ണമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എക്സാം ടൈം നോട്ട് ചെയ്യണം, എത്ര എണ്ണം ഉണ്ടെന്നെല്ലാം ശ്രദ്ധിച്ച് എഴുതിയില്ലെങ്കിൽ അവസാനം വരെ എഴുതാൻ പറ്റില്ല. എല്ലാ ക്വസ്റ്റ്യനും ആൻസർ ചെയ്തിരിക്കണം. അറിയാവുന്നതായാലും അറിയാവുന്നതല്ലെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പറിൽ എല്ലാം അറ്റൻഡ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. അപ്പോൾ 27ാമത്തെ ക്വസ്റ്റ്യൻ, പിൽക്കാല റോമ സാമ്രാജ്യത്തിൽ ഡയോക്ലീഷ്യനും കോൺസ്റ്റാന്റിനും നടപ്പാക്കിയ പരിഷ്കാരങ്ങൾ വ്യക്തമാക്കുക എന്നാണ് 27ാമത്തെ ക്വസ്റ്റ്യൻ. അതിൻ്റെ ആൻസർ പേജ് നമ്പർ 29 ചാപ്റ്റർ 2 റോമൻ സാമ്രാജ്യം എന്ന് പറഞ്ഞ ചാപ്റ്ററിലാണ് ഇതിൻ്റെ ആൻസർ ഉള്ളത്, നോക്കുക. 28ാമത്തെ ക്വസ്റ്റ്യനാണ്, ഇൻക സംസ്കാരത്തിൻ്റെ സവിശേഷതകൾ വിശകലനം ചെയ്യുക. ഇവിടെ ഇൻക സംസ്കാരത്തെക്കുറിച്ച് വളരെ കുറച്ചാണ് നമ്മുടെ ടെക്സ്റ്റിൽ പഠിക്കാനുള്ളത്. മായ സംസ്കാരവും ആൻടെക് സംസ്കാരവും ആസ്ടെക് സംസ്കാരവും കുറേ പോയിൻറ്റ്സ് പഠിക്കാനുണ്ടെങ്കിൽ ഇൻക വളരെ കുറച്ചേ ഉള്ളൂ. 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ട് വന്നതാണ്, വളരെ കുറച്ച് എഴുതിയാൽ മതിയാവും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 29ാമത്തെ ക്വസ്റ്റ്യൻ, വ്യവസായ വിപ്ലവം ഇംഗ്ലണ്ടിൽ ആരംഭിച്ചതിൻ്റെ കാരണങ്ങളാണ് ചോദ്യം. എന്തുകൊണ്ട് ആരംഭിച്ചു എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. 29ാമത്തെ ക്വസ്റ്റ്യനാണ്, ചാപ്റ്റർ 8 പേജ് നമ്പർ 104 നോക്കുക കേട്ടോ. 29ാമത്തെ ക്വസ്റ്റ്യൻ, വ്യവസായ വിപ്ലവം ഇംഗ്ലണ്ടിൽ ആരംഭിച്ചത് എന്തുകൊണ്ട്? ചാപ്റ്റർ 8 പേജ് നമ്പർ 104 നോട്ട് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ, 30 മുതൽ 32 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 2 എണ്ണത്തിന് ഉത്തരം എഴുതുക. ശ്രദ്ധിക്കുക, എപ്പോഴും നമ്മൾ എത്ര എണ്ണമാണോ നമുക്ക് ഉത്തരം എഴുതേണ്ടത് എന്നുള്ളത് എപ്പോഴും നോട്ട് ചെയ്യണം. എന്നിട്ട് ഏറ്റവും അറിയാവുന്ന 2 എണ്ണം മാർക്ക് ചെയ്ത് അതെഴുതി വേഗതയിൽ എഴുതി സമയം തയ്ക്കാൻ ശ്രദ്ധിക്കുക. അപ്പം 30ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിജ്ഞാനം, സംസ്കാരം എന്നീ മേഖലകളിൽ ഇസ്ലാമിൻ്റെ സംഭാവനകൾ വിവരിക്കുക എന്നാണ് ക്വസ്റ്റ്യൻ. 30ാമത്തെ ക്വസ്റ്റ്യൻ ചാപ്റ്റർ 3 ഇസ്ലാമിൻ്റെ ഇത് വരുന്നത്. അബ്ബാസിയ അങ്ങനെയുള്ള കാര്യങ്ങളിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഇസ്ലാമിൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുണ്ട്. ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ്, നന്നായി പഠിക്കാനുള്ള ചാപ്റ്ററാണ്, നോട്ട് ചെയ്യുക. അടുത്തത് 31ാമത്തെ ക്വസ്റ്റ്യൻ, 2ാം ലോകയുദ്ധത്തിൻ്റെ കാരണങ്ങളും ഫലങ്ങളും വിശദീകരിക്കുക. 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്, എസ്സേ ആണ്. വളരെ പോയിന്റുകൾ പഠിക്കാനുണ്ട്, അത് ശ്രദ്ധിച്ച് പഠിച്ചു വയ്ക്കുക. ഇതിനെല്ലാം എളുപ്പമുള്ള ചില ട്രിക്സൊക്കെ ഉണ്ട്. എസ്സേ പഠിക്കുന്നതിന് കുറേ ട്രിക്സൊക്കെ എളുപ്പമുണ്ട്. അത് നമുക്ക് വഴിയെ അടുത്ത ക്ലാസ്സുകളിലായിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. 10ാമത്തെ ക്വസ്റ്റ്യൻ പേജ് നമ്പർ 128 ചാപ്റ്റർ 10 നോക്കുക. 32ാമത്തെ ക്വസ്റ്റ്യൻ, മധ്യകാല യൂറോപ്പിലെ ഫ്യൂഡലിസത്തിൻ്റെ 3 ക്രമങ്ങളുടെ സവിശേഷതകൾ വിവരിക്കുക എന്നതാണ് ക്വസ്റ്റ്യൻ. ഇതിൻ്റെ ഉത്തരം ചാപ്റ്റർ 5 ഫ്യൂഡലിസമായിട്ട് ബന്ധപ്പെട്ട ചാപ്റ്റർ 5 പേജ് നമ്പർ 67, 68, 69 ആയിട്ട് ഇതിൻ്റെ 3 ഭാഗങ്ങളും വളരെ വിശദമായിട്ടാണ് കിടക്കുന്നത്. പക്ഷേ നമ്മളതെല്ലാം ക്രോഡീകരിച്ച് വളരെ എളുപ്പത്തിൽ പഠിക്കുന്ന രീതിയിൽ നമുക്ക് വരും ക്ലാസ്സുകളിൽ നോക്കാം. വിഷമിക്കാനൊന്നുമില്ല, നമുക്കത് നോട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. കാണുമ്പോൾ 3-4 പേജ് കിടക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു പേടിയൊക്കെ തോന്നും, കുഴപ്പമില്ല, നമുക്കത് മാനേജ് ചെയ്യാവുന്നതാണ്.